ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സി ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്താകുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല നിറയെ ഗോൾഡൻ ബുട്ടാസ് ആണ് പോയിട്ടുള്ളത്. ഞാൻ വേറെ ഇതിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫുള്ള് ത്രൂ ഔട്ട് ഗോൾഡൻ ബുട്ടാസ് ആണ് പോയിട്ടുള്ളത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. എല്ലാവരുടെ ഫേവറേറ്റ് കളറാണ്, ബ്ലാക്ക് കളറാണ്. സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. സാരി ലെന്ത് വരുന്നത് 5.5 മീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ ഇതില് വിത്ത് ബ്ലൗസ് അല്ല, നമ്മൾ ബ്ലൗസ് ഇപ്പൊ ഞാനിപ്പോ എനിക്കുള്ള ബ്ലൗസ് കൊണ്ട് പെയർ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് നമുക്ക് ചെയ്ത് പെയർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു അതായത് ഫാബ്രിക് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്, നല്ല സിൽക്കി ടച്ച് ഉള്ളതും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ പോയിട്ടുള്ളത്. കണ്ടല്ലോ, ബുട്ട വർക്കാണ് പോയിട്ടുള്ളത്. കണ്ടല്ലോ, ഇതിന്റെ ക്ലോസർ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോ സാരിയുടെ പ്രൈസ് വന്നിട്ട് 599 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സാരി കൊണ്ടുവരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഫാബ്രിക് വന്നിട്ട് രംഗോളി സിൽക്ക് ആണ്. അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡുകളാണ് കേട്ടോ. നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട്, നമുക്ക് റെഗുലർ ആയിട്ട് കാഷ്വൽ ആയിട്ടാണെങ്കിലും പാർട്ടിക്കൊക്കെ ആണെങ്കിലും വേറെ ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു പാറ്റേൺ ആണ്. ഫാബ്രിക് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഉടുത്താൽ നല്ല ഉടുത്തതുപോലെ ഇരിക്കും. കണ്ടോ, ഇതാണ് വൈൻ ഷെയ്ഡ്. കണ്ടല്ലോ. അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. വീഡിയോയിൽ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് റെഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. അതിന്റെയും വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നിറയെ ഗോൾഡൻ ബുട്ടാസ് ആണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ നമുക്ക് കണ്ടോ, ഇതിപ്പം ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസിന്റെ കൂടെ ഒക്കെ വേറെ ചെയ്ത്, ഞാൻ ഇത് ബ്ലാക്കിന്റെ കൂടെ വെച്ചപ്പോ തന്നെ കണ്ടോ ഭംഗിയുണ്ടോ. നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിട്ടൊക്കെ വേറെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിപ്പോ കയ്യിലുള്ള ബ്ലൗസ് വെച്ച് പെയർ ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. കണ്ടോ. അപ്പോൾ അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ഉലുവ യെല്ലോ ആണ് കേട്ടോ. ഒരു ഉലുവ മഞ്ഞയില്ലേ, ആ കളറാണ്. കണ്ടോ, പക്ഷെ ഇത് വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നല്ല ഉലുവ മഞ്ഞ കളറാണ് കേട്ടോ. നല്ലൊരു കളർ ഷെയ്ഡ് കൂടെയാണ് കേട്ടോ. കണ്ടോ, വീഡിയോയിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് കാണുന്നത്. നല്ലൊരു ഉലുവ മഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. അതും ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ കൂടെ വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. രംഗോളി സിൽക്ക് ആണ് കേട്ടോ. ഫാബ്രിക് വന്നിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഫാബ്രിക് ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഉടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ. കണ്ടല്ലോ, ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 599 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അടുത്ത പാറ്റേൺ വന്നിട്ട് ഡിഫറെന്റ് ആയിട്ട്, ഇതിൽ നമ്മൾ ബുട്ടാസ് വർക്കാണ് കേട്ടോ നിറയെ ത്രൂ ഔട്ട് പോയിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് ഒരു പ്രിന്റഡ് കണ്ടോ വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഒരു പ്രിന്റഡ് പാറ്റേൺ ആണ് പോയിട്ടുള്ളത്. അതും ഗോൾഡൻ പാറ്റേൺ ആണ് കേട്ടോ പോയിട്ടുള്ളത്. കണ്ടോ, ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഒരു നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. കണ്ടോ, സാരി കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിത് വെയർ ചെയ്യുമ്പോൾ കണ്ടോ, വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. കണ്ടല്ലോ, ഇതിന്റെ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. നല്ല നമുക്കങ്ങനെ ക്വാളിറ്റി പ്രിന്റ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ പെട്ടെന്ന് പോവത്തൊന്നുമില്ല. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു വാഷ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഫാബ്രിക്കും ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോകത്തൊന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ ഉടുത്തിരിക്കുന്നത് ബുട്ട വർക്ക് ഉള്ളതും ഇത് ഒരു പ്രിന്റ് പോയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. കണ്ടല്ലോ, ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ഷെയ്ഡാണ്. അടുത്ത ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. റാണി പിങ്കിലും സെയിം പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത്. ആ പ്രിന്റ് ആണ് ഇതിന്റെ ഭംഗി കേട്ടോ. കണ്ടോ, നല്ല ത്രൂ ഔട്ട് ബോഡി ഫുള്ളി പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ഇതിലും വിത്ത് ബ്ലൗസ് അല്ല, ബ്ലൗസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കണ്ടോ. ഇതിപ്പോ ഇതിൽ കൂടെ വെച്ചിട്ട് തന്നെ ഭംഗിയുണ്ട് കണ്ടോ. കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, നമുക്കൊരു ചെറിയ പാർട്ടിക്കൊക്കെ ആണെങ്കിലും വെയർ ചെയ്ത് പോകാൻ പറ്റും. ഫാബ്രിക് വന്നിട്ടുള്ളത് രംഗോളി സിൽക്ക് ആണ്. ഫാബ്രിക് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ. അപ്പൊ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു നല്ലൊരു വൈൻ ഷെയ്ഡാണ്. കണ്ടോ, അടുത്ത കളർ ഷെയ്ഡ് വൈൻ ഷെയ്ഡാണ്. ഇത് നല്ലൊരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. വൈൻ ഷെയ്ഡാണ്. ഓക്കെ, ക്ലോസർ വേണ്ടേ. കണ്ടോ,
അപ്പോൾ ഇതില് 3 ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു റാണി പിങ്ക്, ഒരു നേവി ബ്ലൂ, ഒരു വൈൻ ഷെയ്ഡ്, അങ്ങനെ 3 ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഓഫീസിലത്തൊക്കെ ആണെങ്കിലും കാഷ്വൽ ആയിട്ടാണെങ്കിലും എന്നാൽ പാർട്ടിക്കാണെങ്കിലും വേറെ ഇത് പോകാൻ പറ്റിയ നല്ലൊരു പാറ്റേണിലുള്ള സാരിയാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. സാരി കൊണ്ടുവരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൽ ഏതെങ്കിലും ഒരു സാരി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ കമന്റ് എല്ലാവരും കമന്റ് ആയിട്ട് ഇടണം കേട്ടോ. എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ അതെല്ലാം കമന്റ് ആയിട്ട് ഇടണം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റൈറ്റ് കാണുന്നത് വരെ ബൈ.